സ്വപ്നകൂട് രചനാവതരണം മിത്രവിന്ദ. കല്യാണവിളി തുടങ്ങിയോ ശേഖരേട്ടാ? ഇല്ല ശോക, ഈ ആഴ്ച കൂടി കഴിഞ്ഞിട്ട് വേണം. ഇനിയിപ്പം ഞാൻ തന്നെയല്ലേ ഉള്ളൂ. ഉം, എന്താവശ്യമുണ്ടേലും ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ ശേഖരേട്ടാ. മകന്റെ ഭാര്യ വീട്ടുകാർ അന്യരൊന്നുമല്ല. അതൊക്കെ എനിക്കറിയാം ശോക. അവര് കാശായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഉള്ളത് സ്വർണ്ണമായിട്ടിടണം. പിന്നെ നമ്മുടെ മേലേപ്പാടത്ത് ഒരു 80 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അതിന്റെ ആധാരം ബാങ്കിൽ വെച്ചിട്ട് 6 ലക്ഷം രൂപ ഞാൻ എടുത്തു. ഒക്കെ മോനോട് പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ KSFയിൽ ഒരു ചിട്ടി ഉണ്ടായിരുന്നു. അത് വട്ടവത്തി പിടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഡിപ്പോസിറ്റ് ചെയ്തായിരുന്നു. അതൊരു 2 ലക്ഷം വരും. പിന്നെ കൈക്കാശും കഴിഞ്ഞ അണ്ടത്തെ നെല്ല് വിറ്റ കാശും കൂടി ഒരു 2-2.25 ലക്ഷം രൂപയുണ്ട്. പിന്നെ സുമിത്രയുടെ മൂത്ത ആങ്ങളുടെ മോളെ കെട്ടിച്ചപ്പോൾ അവർ 5 പവൻ സ്വർണം നമ്മളോട് കടം മേടിച്ചായിരുന്നു. അവരത് തരുന്നത്. അങ്ങനെ എല്ലാം കൂടി എടുത്തു വേണം ഈ കല്യാണം നടത്താൻ. ഒക്കെ നല്ലതായിട്ട് നടക്കും ചേട്ടാ, ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്നേ. അയാളുടെ തോളിൽ അശോകനൊന്ന് തട്ടി. വിജി, നീ ഇപ്പൊ തന്നെ പോവാണോ മോളെ? 2 ദിവസം നിന്നിട്ട് പോകാം, സുമിത്ര പറഞ്ഞു. ഓ വേണ്ടമ്മേ, ഗോപേട്ടനാണെങ്കിൽ ഇന്ന് തന്നെ ചെല്ലണോന്ന് പറഞ്ഞാ വിട്ടെ. ഇനി കല്യാണത്തിന് വരുമ്പോ ഞാൻ കുറച്ചു ദിവസം നിന്നിട്ട് പോകാം. എന്നാലും 2 ദിവസം നിക്കടി മോളെ. കുഞ്ഞിനെയാണെങ്കിലൊന്നും എടുത്തു പോലുമില്ല. അമ്മേ, ഇനി എന്നെ കൊണ്ടുവിടാനൊക്കെ ആരാ? വൈശാഖിന് സമയമൊന്നും കിട്ടില്ല. ഇതാവുമ്പോ ശ്യാമളമ്മയുടെ കൂടെ പോകാലോ. എങ്കിൽ അങ്ങനെ ചെയ്യ്. കല്യാണത്തിലാണെങ്കിൽ ഇനി 1 മാസം കൂടിയുള്ളൂ. അപ്പോഴേക്കും ശ്യാമളയും ലക്ഷ്മിയും കൂടി അടുക്കളയിലേക്ക് വന്നു. സുമിത്രേച്ചി, പ്രസവത്തിന് കൊണ്ടുപോകാൻ ഞങ്ങൾ എത്രയും പെട്ടെന്ന് വരാട്ടോ. കല്യാണത്തിന് ഇനി അധിക നാളില്ലല്ലോ. അതിനു മുമ്പ് ഈ ചടങ്ങ് നടത്തിയേക്കാം. അതും കൂടി പറയാനാ ഞങ്ങൾ വന്നേ. പറഞ്ഞ പോലെ അത് നേരാണല്ലോ. ഏറ്റവും നല്ല ദിവസം നോക്കി അതുകൂടി നമുക്ക് നടത്താല്ലേ. അല്ലെങ്കിൽ പിന്നെ കല്യാണം ആവുമ്പോഴേക്കും ആകെ ബഹളമായിരിക്കും. അശോകേട്ടൻ അടുത്ത ദിവസം തന്നെ കണിയാൻ്റെ അടുത്ത് പോകും. എന്നിട്ട് അടുത്ത മുഹൂർത്തം നോക്കി ഞങ്ങൾ ഉടനെ തന്നെ വന്ന് മോളെ കൊണ്ടുപോകാം. ആ, അങ്ങനെ തന്നെ ചെയ്യാ ശ്യാമളെ. ഇനി കല്യാണവിളിയൊക്കെ തുടങ്ങിയാൽ ഒന്നിനും സമയം കാണില്ല. കല്യാണ സാരിയൊക്കെ എന്നയിച്ച എടുക്കുന്നേ? ആ പയ്യന്റെ വീട്ടിൽ നിന്ന് എന്താ പറഞ്ഞേ? ഞാനും അത് അമ്മയോട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിജയും കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് അവരുടെ അടുത്തേക്ക് വന്നു. അതൊക്കെ അടുത്ത ആഴ്ചയാണെന്നാ വീണ പറഞ്ഞേ. ആ പയ്യന് അപ്പോഴേ അവധി കിട്ടത്തുള്ളൂ. കുറേ സമയം സംസാരിച്ചിരുന്നിട്ടാണ് അവരെല്ലാരും പോയത്. ലക്ഷ്മിക്കാണെങ്കിൽ ഏട്ടനെ വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതി അവൾ അവനെ വിളിക്കാൻ പോയില്ല. ഉച്ച കഴിഞ്ഞപ്പോ സുമിത്ര അവൾക്ക് കുഴമ്പൊക്കെ തേച്ചു കൊടുത്തു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അവൾ ഉമ്മറത്തിരിക്കുകയാണ്. എന്താ എടുത്തി, ഒറ്റയ്ക്കിരിക്കുവാണോ? ഒറ്റയ്ക്കല്ലല്ലോ, വാവയില്ലേ കൂട്ടിന്. വീണയ്ക്കുള്ള മറുപടി കൊടുത്തത് ഉണ്ണിമോളാണ്. എടുത്തി, ഈ കളർ എങ്ങനെയുണ്ട്? വീണ ഒരു സാരിയുടെ ഫോട്ടോ എടുത്ത് ലക്ഷ്മിയെ കാണിച്ചു. ഈ മെറൂൺ അല്ല, ഇതിലും കുറച്ചുകൂടി ഡാർക്ക് മെറൂൺ മതി. ഗോൾഡൊക്കെ ഇടുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. അതെ, അതാണ് ഞാനും ഉദ്ദേശിച്ചത്. എടുത്തി, ഏത് കളറാ സാരി ഉടുക്കുന്നേ? എനിക്കൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് ഇഷ്ടം. പക്ഷേ ഈ വയറും വെച്ച് സാരി ബോറാവുമോ? അതിനു മാത്രം വയറൊന്നും ഇല്ല എടുത്തി. സാരി മതി, അതാ നല്ലത്. വൈശാഖേട്ട സമ്മതിക്കുമെന്നറിയില്ല, ചോദിച്ചു നോക്കാം. എന്തായാലും നമുക്ക് അടിച്ചു പൊളിക്കാം. അതെ എടുത്തി. എടുത്തി, പിന്നൊരു കാര്യം. പ്രസവത്തിന് പോയാലേ ഒരുപാട് ദിവസം വീട്ടിൽ നിൽക്കുവോ? അറിയില്ല. ഒരുപാട് ദിവസം നിൽക്കണമെന്നുണ്ടോ? വിജി ചേച്ചി ഒരാഴ്ച നിന്നിട്ട് പോയി. എടുത്തി അങ്ങനെ തന്നെ തിരിച്ചു വന്നോണേ. കല്യാണത്തിന് ഇനി അധിക ദിവസമില്ലല്ലോ. ഞാൻ പെട്ടെന്ന് തന്നെ വരും വീണേ. അപ്പോഴേക്കും വീണയുടെ ഫോൺ ശബ്ദിച്ചു. ശ്രീരാജായിരുന്നു. ഇനി നോക്കണ്ട, വാ എടുത്തി, നമുക്ക് പോകാം. ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉണ്ണിമോൾ അകത്തേക്ക് ഇറങ്ങി. ഓ, വല്ലാത്ത നടുവേദന. 2 ചൂട് വെച്ചതും ലക്ഷ്മി പറഞ്ഞു. അമ്മേ, അമ്മേ. ഉണ്ണിമോൾ ഉറക്കെ വിളിച്ചു. എന്താടി ഇങ്ങനെ വിളിച്ചു പോകുന്നേ? അമ്മേ, ഇത് എടുത്തേക്ക് നടുവേദന പോലെ. മോളെ, എന്താ പറ്റിയേ? നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? അവർ അവളുടെ അടുത്തേക്ക് വന്നു. കുറഞ്ഞോളൂ അമ്മേ, ഞാൻ കുറച്ചു സമയം പോയി കിടക്കട്ടെ. സുമിത്ര അവളെ പിടിച്ചുകൊണ്ട് കട്ടിലിൽ പോയി കിടത്തി. വൈശാഖം വന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഇനി വെച്ചോണ്ടിരിക്കണ്ട. ഉണ്ണിമോളെ ലക്ഷ്മിക്കൊപ്പം നിർത്തിയിട്ട് സുമിത്ര പുറത്തേക്ക് പോയി. വീണേ, എടി വീണേ. എന്താ അമ്മേ? അവൾ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് വന്നു. ആ കുന്ത്രാണ്ട് ഒന്ന് താഴെ വെച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നേ. അമ്മ ദേഷ്യത്തിലാണെന്ന് മനസ്സിലായത് അവൾ ഫോൺ വെച്ച് കഴിഞ്ഞു. ഡി,
ദേ അച്ഛൻ അയിലയും മത്തിയും കൊണ്ടുവന്നിട്ടുണ്ട്. നീ അതെടുത്തൊന്ന് വെട്ടിക്ക്. ഞാൻ ഇത്തിരി പുല്ല് പറിച്ചോണ്ട് വരട്ടെ. അവർ വെട്ടരുവ എടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. എന്താ അമ്മേ, എന്താ പറ്റിയേ? ലക്ഷ്മി മോൾക്ക് ഭയങ്കര നടുവേദന. അതങ്ങ് മാറുന്നില്ല. വൈശാഖം വന്നിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നോർത്താ. ഏടത്തിക്ക് എന്താ പറ്റിയേ? അവൾ ലക്ഷ്മിയുടെ മുറിയിലേക്ക് പോകാൻ തുടങ്ങി. നീ പോയി മീൻ വെട്ടടി. ആ കുട്ടി അവിടെ കിടക്കുവാ. എന്നാലും അവളുടെ അടുത്ത് ചെന്ന് വിവരം ചോദിച്ചറിഞ്ഞിട്ടാണ് വീണ അമ്മയെ ഏൽപ്പിച്ച് ജോലി ചെയ്യാൻ പോയത്. കുറച്ചു സമയം കിടന്നപ്പോൾ അവൾക്ക് വേദന കുറവായി തോന്നി. വൈശാഖം വരുന്നത് കാത്തിരിക്കുകയാണ് എല്ലാരും. ഏട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് കേസ് വല്ലതും ഉണ്ടായിരുന്നോ? അവൻ ഷൂസ് ഊരി വെച്ചിട്ട് ഉമ്മറത്തേക്ക് കയറിയത് ഉണ്ണിമോളാണ് ആദ്യം ഓടിയെത്തിയത്. അവൻ തൊപ്പിയൂരിയവളുടെ കയ്യിൽ കൊടുത്തു. അവൾ അല്പം ഗമയോടെയാണ് അത് മേടിച്ചത്. ഒന്ന് പോടി പെണ്ണേ, കേസുണ്ടായിരുന്നോന്ന് അവളുടെ ചോദ്യം കേട്ടില്ലേ? മോനെ, എങ്ങനെയുണ്ടടാ ജോലിയൊക്കെ? ആകാംക്ഷ അടക്കാനാവാതെ ശേഖരൻ ചോദിച്ചു. അങ്ങനെ പ്രത്യേകതയൊന്നും ഇല്ലച്ച. ഓരോ ചെറിയ ചെറിയ കേസുകളൊക്കെ വന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ജനമൈത്രി പോലീസ് സ്റ്റേഷനല്ലേ, അതുകൊണ്ട് പരാതിയുമായി ആർക്ക് വേണമെങ്കിലും സ്റ്റേഷനിൽ വരാം. അവൻ അത് പറയുമ്പോൾ സുമിത്രയും ലക്ഷ്മിയും അവന്റെ അടുത്തേക്ക് വന്നു. ഏട്ടൻ ആർക്കിട്ടെങ്കിലും രണ്ടെണ്ണം പൊട്ടിച്ചോ ഏട്ടാ? ഉണ്ണിമോക്ക് പിന്നെ സംശയം. നിനക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാം, വേണോ? ഒരു ട്രയലും ആകും. എന്തേ? ആക്കിയതാണല്ലേ? അവൾ മുഖം വീർപ്പിച്ചു. ലക്ഷ്മി, എന്തു പറ്റി? എന്തെങ്കിലും വയ്യാഴികയുണ്ടോ? എന്റെ മോനെ, ഉച്ച കഴിഞ്ഞപ്പോ തുടങ്ങിയ നടുവേദനയാ. ഞാൻ പറഞ്ഞതാ ഹോസ്പിറ്റലിൽ പോകാന്ന്, കേൾക്കണ്ടേ? സുമിത്ര മകനെ നോക്കി. എന്താ ഇപ്പൊ പറ്റിയേ? ഞാൻ കാലത്തെ പോകുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഒരുപാട് ഒരുപാട് വേദനയുണ്ടോടാ? അവന്റെ ആ ഒറ്റ വാചകത്തിൽ അവൾ അലിഞ്ഞുപോയി. അറിയില്ലേട്ടാ, ഇടയ്ക്കെല്ലാം വല്ലാതെ വരുവോ, പേടിയാവുന്നു. നിന്റെ ഈ പേടി ആദ്യം മാറ്റണം. കുഞ്ഞിനെയാണ് ബാധിക്കുന്നത്. എന്തായാലും നീ പ്രഗ്നന്റ് ആയി, ഇനി ഡെലിവറി ആകേണ്ടതല്ലേ? അപ്പൊ പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ചിന്തിക്ക്. ഒരുപാട് വേദനിപ്പിക്കാതെ അച്ഛയുടെ മുത്ത് വരും അല്ലേ? വേദനൊന്നും അല്ല പ്രശ്നം, അതൊക്കെ ഞാൻ സഹിക്കാം. പക്ഷേ, എന്തു പക്ഷേ? നീ ആ വീഡിയോ കണ്ടത് ഏറ്റവും പ്രശ്നമായത്. ഞാൻ അന്നേ പറഞ്ഞതാ. അവൻ അവളോട് ചെറുതായി ദേഷ്യപ്പെട്ടു. ഓ, അതൊക്കെ പോട്ടെ. ഡോക്ടർ എന്താ പറയുന്നതെന്ന് നോക്കാം. ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവൾ കാണുന്ന ഗൈനക്കോളജിസ്റ്റ് ഇല്ലായിരുന്നു. പകരം മറ്റൊരു ഡ്യൂട്ടി ഡോക്ടറായിരുന്നു. ഡോക്ടർ രേണുക മേനോൻ. MBBS, DGO, MD എന്നെഴുതിയ ബോർഡ് വെച്ച റൂമിലേക്ക് അവർ രണ്ടാളും കയറി. ഹലോ, ലക്ഷ്മി വൈശാഖ്, എന്താ പറ്റിയേ? സുന്ദരിയായ ഒരു മധ്യവയസ്കയായിരുന്നു രേണുക മേനോൻ. ലക്ഷ്മിയുടെ ഫയൽ മറിച്ചുകൊണ്ട് അവർ ചോദിച്ചു. മാഡം, ഞാൻ ഡോക്ടർ യമുനയായിരുന്നു കാണുന്നത്. എനിക്ക് കുറച്ച് ദിവസമായിട്ട് വല്ലാത്ത നടുവേദന, അതുകൊണ്ട് വന്നതാ. ഓക്കെ ഓക്കെ. ഡോക്ടർ യമുന ഒന്ന് സ്ലിപ്പായി. കൈക്ക് ഫ്രാക്ചർ ഉണ്ട്. സോ എനിക്കും ഡോക്ടർ ലിസ കുര്യനുമാണ് ഇപ്പോൾ ഡ്യൂട്ടി. എനിവേ, ലക്ഷ്മി ഒന്ന് കിടക്കൂ, ഞാൻ നോക്കട്ടെ. അവർ പറഞ്ഞ പ്രകാരം ലക്ഷ്മി ബെഡിൽ കിടന്നു. ഹാർട്ട് ബീറ്റ് ഒക്കെ നോർമലാണ്. എഴുന്നേറ്റ് വരൂ, BP കൂടി ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ലക്ഷ്മി ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണല്ലേ? BP ചെക്ക് ചെയ്തതും ഡോക്ടർ രേണുക ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. അങ്ങനൊന്നും ഇല്ല ഡോക്ടർ, അവൾ വിക്കി. ഓക്കെ. മിസ്റ്റർ വൈശാഖൻ, പറയൂ. വൈഫ് പേടിയുള്ള ആളാണോ? യെസ് ഡോക്ടർ. അവൾക്ക് ഡെലിവറി പീരീഡ് ആകും തോറും പേടി കൂടിക്കൂടി വരികയാണ്. ഇനിയൊരു കൗൺസിലിംഗ് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആഹാ, എന്തിനാണ് കുട്ടി പേടി? കുഞ്ഞുമാമയെ കാണണ്ടേ? അവളിങ്ങോട്ട് വരാനും അച്ഛനെയും അമ്മയൊക്കെ കാണാനും വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് പേടിയാണെന്നറിഞ്ഞ അവൾക്ക് സങ്കടാവില്ലേ? എക്സ്ക്യൂസ് മീ ഡോക്ടർ, ബേബി ഗേളാണോ? വൈശാഖൻ പ്രതീക്ഷയോടെ അവരെ നോക്കി. ഓ, സോറി, എന്റെ നാവിൽ നിന്ന് അങ്ങനെ വന്നേ ഉള്ളൂ. ബേബി ഗേൾ ഓർ ബോയ് ആരായാലും നമ്മൾ ഹാപ്പിയാണ്. ഏട്ടന് മോളാകണമെന്നായിരുന്നു ആഗ്രഹം, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെ ആവട്ടെ. അല്ലെങ്കിൽ സാരമില്ല, നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഡോക്ടർ രേണുക ചിരിച്ചു. ഓക്കെ. മിസ്റ്റർ വൈശാഖൻ എന്താ ചെയ്യുന്നേ? മാഡം, ഞാൻ പോലീസ് ഇൻസ്പെക്ടറാണ്. അത് പറയുമ്പോൾ ലക്ഷ്മിക്ക് അഭിമാനം തോന്നി. ഓ, വെരി നൈസ്. ഇൻസ്പെക്ടർ സാർ കൂടെയുള്ളപ്പോ ലക്ഷ്മി എന്തിനാ ഭയപ്പെടുന്നേ? ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല കുട്ടി. പെയിൻ കില്ലേഴ്സ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഡോക്ടർ രേണുകയുടെ ഓരോ വാക്കുകളും ലക്ഷ്മിക്ക് ആശ്വാസമായിരുന്നു.
കുറച്ച് സമയം കൂടി ഡോക്ടറോട് സംസാരിച്ചിരുന്ന് അവരുടെ ഉപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് ലക്ഷ്മിയും വൈശാഖനും എഴുന്നേറ്റു. ഇറങ്ങാൻ നേരം ഡോക്ടറുടെ നമ്പറും കൂടി വൈശാഖൻ ലക്ഷ്മിയെ കൊണ്ട് മേടിപ്പിച്ചു. എന്തായാലും ഇനി ഈ ഡോക്ടറെ നമുക്ക് കണ്ടാൽ മതി. നീ നേരത്തെ കണ്ട ഡോക്ടറാണെങ്കിൽ ഇങ്ങനെയൊന്നും ഒരു തവണ പോലും നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് തന്നെയായിരുന്നു ലക്ഷ്മിക്കും പറയാനുള്ളത്. ഇപ്പോൾ അവൾക്കും കുറച്ച് ആത്മവിശ്വാസമൊക്കെ കൈവന്നു. വരുന്ന വഴിക്ക് തട്ടുകടയിൽ നിന്ന് മുരിഞ്ഞ തട്ടുദോശയും ചിക്കൻ ഫ്രൈയും ചമ്മന്തിയും ഒക്കെ അവൻ അവൾക്ക് മേടിച്ചു കൊടുത്തു. ലക്ഷ്മി ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നത് നോക്കിയിരിക്കുകയാണ് വൈശാഖൻ. നിനക്ക് ഇത് കഴിക്കാൻ കൊതിയായിരുന്നോടി? വീട്ടിലേക്കുള്ള പാർസൽ വണ്ടിയിലേക്ക് വാങ്ങിവെച്ച് കയറുമ്പോൾ അവൻ ലക്ഷ്മിയോട് ചോദിച്ചു. അങ്ങനൊന്നും ഏട്ടാ, എന്നാലും ഒരു കൊതിയില്ലാണ്ടില്ലാട്ടോ. അവൾ ചിരിച്ചു. ഓ, ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. ഹാവൂ, സമാധാനായി. ഓ അങ്ങനെ. ഉം എന്തായാലും പോയ പോലെയല്ല ഇപ്പോ ആള്. ഇനി ആ ഡോക്ടറെ കാണിച്ചാൽ മതി കേട്ടോ. വീട്ടിലെത്തിയതും സുമിത്ര പറഞ്ഞു. രാത്രിയിൽ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴാണ് വൈശാഖിനോട് ലക്ഷ്മിയെ പ്രസവത്തിനോടുന്ന കാര്യത്തെക്കുറിച്ച് സുമിത്ര സംസാരിച്ചത്. പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ, ഞാനതൊക്കെ മറന്നു. ലക്ഷ്മി മോളുടെ അച്ഛൻ കണിയാന്റെ അടുത്ത് പോയി നേരം കുറിപ്പിച്ചിട്ട് വിളിക്കാന്നാ പറഞ്ഞേ. ഉം അവനൊന്നും മൂളി. ഓ, ഏട്ടൻ ഏട്ടത്തി അയക്കാൻ തീരെ താല്പര്യമില്ലാട്ടോമേ. ഉണ്ണിമോൾ ചിരിച്ചു. അതിന് ഒരുപാട് ദിവസമൊന്നും നിൽക്കുന്നില്ല. ഏറിയാൽ ഒരാഴ്ച അത്രേ ഉള്ളമ്മേ. ലക്ഷ്മി പറഞ്ഞു. അതൊക്കെ മതിമോളെ. തന്നെയല്ലേ ഇവിടെ കല്യാണമല്ലേ. മോള് പോയിട്ട് പെട്ടെന്നിങ്ങി പോരെ. ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ശേഖരന്റെ ഫോൺ ശബ്ദിച്ചു. അശോകനാണ് വിളിക്കുന്നത്. അയാൾ ഊണ് കഴിക്കുന്നത് മതിയാക്കി എണീറ്റു. ഹലോ അശോക, ആണോ? പോയിരുന്നല്ലേ? അന്ന് നല്ല ദിവസമാണെങ്കിൽ അത് തന്നെ നോക്കാം. ഞാൻ ഇവിടെ എല്ലാവരോടും പറഞ്ഞിട്ടേ ഇപ്പൊ തന്നെ തിരിച്ചു വിളിക്കാം. അയാൾ ഫോൺ കട്ട് ചെയ്തു. എന്താ പറഞ്ഞത്? സുമിത്ര അയാളുടെ അടുത്തേക്ക് വന്നു. ഉം ഇന്ന് തിങ്കളല്ലേ, ഇനി 3 ദിവസം കൂടി. വ്യാഴാഴ്ച നല്ല ദിവസമാണെന്ന് കണിയാൻ പറഞ്ഞത്. അന്ന് വൈശാഖൻ ജോലിക്ക് പോണ്ടേ മോനെ? അവധിയെടുക്കാൻ പറ്റുമോ? എന്റെ കാര്യം ഉറപ്പില്ല. ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. അവനും അച്ഛന്റെ അടുത്ത സെറ്റിയിലേക്ക് വന്നിരുന്നു. വ്യാഴം കഴിഞ്ഞാൽ പിന്നെ 2-3 ആഴ്ച കൂടി കഴിയണമെന്ന്. ശുഭമുഹൂർത്തം ഇല്ലെന്ന് അശോകൻ പറഞ്ഞു. എങ്കിൽ പിന്നെ വ്യാഴാഴ്ച നടത്താം. അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോൾ വീണയ്ക്ക് മന്ത്രകൂടി എടുക്കാൻ പോകാൻ അവർ വിളിക്കും. പിന്നെ കല്യാണം വിളിയും തുടങ്ങണ്ടേ? വ്യാഴാഴ്ച തന്നെ നടത്താം അല്ലേ ശേഖരേട്ടാ? നിങ്ങളോട് എല്ലാവരോടും കൂടി ആലോചിച്ചിട്ട് ഞാൻ അശോകനെ വിളിക്കാന്നാ പറഞ്ഞേ. എങ്കിലച്ഛൻ വിളിച്ചു പറഞ്ഞു വ്യാഴാഴ്ച അവർ വരട്ടെ, അല്ലേ ലക്ഷ്മി? എല്ലാവരുടെയും സൗകര്യം പോലെ ചെയ്യായിട്ട. ശേഖരൻ അപ്പോൾ തന്നെ ഫോൺ വിളിച്ച് അശോകനോട് വ്യാഴാഴ്ച തന്നെ ചടങ്ങ് നടത്താമെന്ന് പറഞ്ഞു. വ്യാഴാഴ്ച പോയിട്ട് ഞായറാഴ്ച ഇങ്ങോട്ട് വരാം അല്ലേ ലക്ഷ്മി? രാത്രി കിടക്കാൻ നേരം വൈശാഖൻ ലക്ഷ്മിയോട് പറഞ്ഞു. 7 ദിവസമെങ്കിലും നിൽക്കണമെന്നാ എല്ലാരും പറയുന്നേ. ഞാൻ അമ്മയോട് ചോദിക്കട്ടെ. കുഞ്ഞാവിയോട് മിണ്ടാതെ അത്രയും ദിവസം എങ്ങനാ? അവൻ അവളുടെ വയറിലേക്ക് മുഖം ചേർത്തു. ആ, ഉറങ്ങാതെ കിടക്കണോ മുത്തേ? അവന്റെ സംസാരം കേട്ടതും കുഞ്ഞൊന്നനങ്ങി. നോക്കടി, ദേ ദേ അച്ചയുടെ മുത്തേ. എന്താണ് എന്റെ തക്കുടു? അവൻ തുരു വയറ്റിൽ ഉമ്മ വെച്ചു. വാവയ്ക്ക് എന്തായാലും അച്ച കഴിഞ്ഞേ ഉള്ളൂ, ബാക്കിയെല്ലാം അതുറപ്പാ. അവൾ ചിരിച്ചു. അതെന്താടി? അല്ല, ഏട്ടൻ വരുമ്പോ ഭയങ്കര ഡാൻസാണ് ആള്, അതുകൊണ്ട് പറഞ്ഞതാ. ഉം മോളാണോ മോനാണോ? അതാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും. മോനാണെങ്കിൽ വിഷമാകോ? ഓ, അങ്ങനൊന്നുമില്ല. എന്നാലും ഞാൻ കുഞ്ഞുലക്ഷ്മിയായിരുന്നു എപ്പോഴും ഓർത്തിരുന്നത്. എന്ന് കരുതി വിഷമമൊന്നുമില്ല. മോനായാലും മോളായാലും ഒന്ന് കണ്ടാ മതി. വേഗം ഒന്ന് പോയി ഡെലിവറി ആകടി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്ക്. കാലത്ത് ഡ്യൂട്ടിക്ക് പോകേണ്ടതല്ലേ? ശരിയാ, വാ കിടക്കാം. രാജീവനാണെങ്കിൽ ദീപയെ പൊന്നുപോലെയാണ് ഇപ്പൊ കൊണ്ടു നടക്കുന്നത്. അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം മേടിച്ചുകൊണ്ടാണ് അയാൾ വരുന്നത്. രാജീവേട്ടാ, ഈ പപ്സും മീറ്റ്റോളും ഒന്നും എനിക്ക് വേണ്ട. ഇതെല്ലാം കൂടി കഴിച്ച് ഞാൻ വണ്ണം വെക്കും. ഇത്തിരി വണ്ണം വെച്ചെന്നുകൊണ്ട് എന്താ പെണ്ണെ? നിനക്കാണെങ്കിൽ ഒട്ടും ആരോഗ്യമില്ല. അതിന് ഈ വക സാധനങ്ങളൊന്നും അല്ല വേണ്ടത്. ചെറുപയർ മുളപ്പിച്ചതും ഏത്തപ്പഴം പുഴുങ്ങിയതും അങ്ങനെ നാടൻ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ഇതൊക്കെ
എങ്ങനെയുള്ള എണ്ണയിൽ വറുത്തു പൊരിച്ചതാണെന്ന് ആർക്കറിയാം? ഭാരതിയമ്മ രാജീവിനെ വഴക്കു പറഞ്ഞു. ഓ, ഞാൻ അതൊന്നും ഓർത്തില്ലമ്മേ. ഇനി മേടിക്കുന്നില്ല. ഉം, അവള് പറഞ്ഞത് ശരിയാണ്. പണ്ടത്തെ കാലമല്ലിത്. എല്ലാം മായമാണ്. ദീപയ്ക്ക് വിശേഷമാണെന്ന് അറിഞ്ഞപ്പോ മുതൽ രാജീവന്റെ അച്ഛന് വലിയ കാര്യമാണ് അവളെ. അപ്പൊ ദീപേ, നാളെ മുതൽ ചെറുപയറും നിലക്കടലയും നേന്ത്രപ്പഴവും ഒക്കെ കഴിക്കാം കേട്ടോ. രാജീവൻ അവളെ നോക്കി കണ്ണിറുക്കി. രാജീവേട്ടാ, എനിക്കാണെങ്കിൽ ഇതെല്ലാം കഴിച്ച് ശ്വാസം മുട്ടും കേട്ടോ. നീ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി. ഭാഗ്യത്തിന് ഛർദിയൊന്നുമില്ലല്ലോ. ആ ലക്ഷ്മിക്ക് എന്തൊക്കെ വയ്യാഴികയായിരുന്നു. ഉം, അതെ. അവളെ ഈ ആഴ്ച കൂട്ടിക്കൊണ്ടുവരുവാ. അമ്മ വിളിച്ചു പറഞ്ഞതാ. അച്ഛൻ രാജീവേട്ടനെ വിളിക്കും. ഉം, അന്ന് ലീവ് എടുക്കാൻ പറ്റുമോന്നറിയില്ല. നമുക്ക് രണ്ടാൾക്കും കൂടി ഞായറാഴ്ച പോകാല്ലേ? ആ, അങ്ങനെ എന്തേലും ചെയ്യാം. അടുത്ത ദിവസങ്ങളിലെല്ലാം വൈശാഖൻ ജോലിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ തരക്കേടില്ലാതെ അവരുടെ ജീവിതം മുന്നോട്ടു പോകാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു ദിവസം ഉച്ച തിരിഞ്ഞപ്പോൾ വീണ വെളിയിൽ അലക്കിയിട്ടിരിക്കുന്ന തുണികളെടുത്തു. കുറേ സമയം അവളുടെ ഫോൺ റിങ് ചെയ്യുന്നു. ലക്ഷ്മി നോക്കിയപ്പോൾ ശ്രീരാജായിരുന്നു. അവൾ ഫോൺ എടുത്ത് കാതോട് ചേർത്തു. എടി കുരുങ്ങി, നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? ശ്രീരാജന്റെ ശബ്ദം ലക്ഷ്മിയുടെ കാതിൽ കേട്ടു. അയ്യോ, ആ കുരങ്ങി മുറ്റത്ത് തുണി പെറുക്കുവാ. ഇതവളുടെ നാത്തൂൻ കുരങ്ങിയാണ്. അയ്യോ, ലക്ഷ്മി ചേച്ചിയായിരുന്നോ? സോറി കേട്ടോ, ഞാൻ അറിയാതെ. അതൊന്നും കുഴപ്പമില്ല. ശ്രീ എവിടാണ്? ഓഫീസിലാണോ? ഞാനിന്ന് ഹാഫ് ഡേ ലീവ് എടുത്തു. അമ്മയും ഞാനും കൂടി മൂത്ത അമ്മാവനെ കല്യാണം വിളിക്കാൻ പോവാ. ആ അമ്മാവനാണ് ഇപ്പൊ കാരണവർ സ്ഥാനത്തുള്ളത്. ഓ, ശരി ശരി. അതെവിടാ? കായംകുളമാണ് അവർ താമസിക്കുന്നേ. ഞങ്ങൾ അവിടേക്ക് പോവാ. അമ്മയുടെ കൂടെയുണ്ടോ? അമ്മ ഇപ്പൊ ഒരു ബേക്കറി കയറിയതാ. ഓ, ആ ക ആ തക്കത്തിന് പ്രിയസഖിയെ വിളിച്ചതാണല്ലേ? കൊടുക്കാവേ. ലക്ഷ്മി ഫോൺ വീണയ്ക്ക് കൈമാറി. ബുധനാഴ്ച വൈകുന്നേരം സുമിത്രയ്ക്കാണെങ്കിൽ ഒരുപാട് ജോലിയുണ്ട്. നാളെ ലക്ഷ്മിയുടെ വീട്ടിൽ നിന്നും 9 പേർ വരുമെന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും ഊണുണ്ടാക്കണം. അമ്മയുടെ കിടിലൻ ബീഫ് ഫ്രൈ അതുണ്ടാക്കുന്നത് നോക്കി പഠിക്കുകയാണ് വീണ. തുടരും.